मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। ഇവരിട്ടൊരു പണി കൊടുക്കണം. എനിക്കിട്ട് പണി തന്നു. എട്ടിന്റെ പണി. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. വേണ്ട പോപ്പാട്ട്, അത് എന്റേതാണ്, എന്റേതാണ്. മര്യാദക്ക് തിരിച്ചതാ. തരാൻ പറ്റില്ല പോപ്പാട്ട്. പോപ്പാട്ട് അത് തിരിച്ചു തരാനാ ഞാൻ പറഞ്ഞത്. തരാൻ. ആഹാര സാധനം ആരുടെ കയ്യിലുണ്ടോ അത് അവർക്ക് മാത്രം സ്വന്തമാണ്. സംശയമുണ്ടോ? വാ, പുറകെ വാ. വന്ന് എടുത്തോണ്ട് പോവാൻ നോക്ക്. ആഹാ, പോപ്പാട്ട് നിന്നോടാ പറഞ്ഞത് തിരിച്ചു തരാൻ. തരൂല. പറഞ്ഞാ നീ കേക്കില്ലല്ലേ? എന്റെ പണി തീർന്നു. എന്താ പറ്റിയത്? എന്താ സംഭവിച്ചത് സോർദാർ? പോപ്പാട്ട് ഞാൻ കഴിച്ചോണ്ടിരുന്ന എന്റെ റൊട്ടി കൊണ്ടുപോയി. എവിടെ പോയെന്നാ? ആ റൊട്ടി പോപ്പട്ടിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. എടാ, അതവൻ മോഷ്ടിച്ചു വെച്ചിരിക്കാ, മനസ്സിലായില്ലേ? പോപ്പാട്ട് മര്യാദക്ക് തിരിച്ചു തന്നേക്ക്. ഞാൻ തരൂല. എന്തിനങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ കഴിച്ചോണ്ടിരുന്ന റൊട്ടിയുടെ നടുക്ക് ഇവൻ പച്ചമുളക് കയറ്റി വെച്ചു. ഞാൻ വെറുതെ തമാശന് ചെയ്തതാണ്. അതെയോ? എന്നാൽ അതുപോലെ ഒരു തമാശക്ക് ഞാനും ഈ റൊട്ടി അങ്ങ് തിന്നേക്കാം. സംശയമുണ്ടോ? ബണി, നീ പെട്ടെന്ന് മരത്തിൽ കയറി അവന്റെ അത് തിരിച്ചു വാങ്ങിച്ചോണ്ട് വാ. ഒരു പ്രയോജനമില്ല. ഞാൻ മുകളിലേക്ക് പോകുമ്പോ ഇവൻ പറന്ന് വേറൊരു മരത്തിൽ പോയി ഇരിക്കും. ജോർദാറെ, നിനക്കിട്ട് പണി നീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോറി, ഇതിൽ എന്റെ ഒരു തെറ്റുമില്ല. സംശയമുണ്ടോ? പറക്കുന്നത് ഒരു വലിയ സംഭവം തന്നെയാ. ഞാനും പറക്കാൻ പോവാ. കഴുതേ, പൂച്ചയ്ക്ക് പറക്കാൻ കഴിയില്ലടാ. പറ്റും. ഞാൻ പോപ്പട്ടിന്റെ അടുത്തുനിന്ന് പഠിച്ചെടുക്കും. എടാ, പറക്കാൻ പഠിക്കാൻ പറ്റില്ലടാ. അതെന്താ? അങ്ങനെയാണെങ്കിൽ കിറ്റ് ഡാൻസ് കളിക്കാൻ പഠിച്ചല്ലോ. ഡാൻസ് കളിക്കാൻ പഠിക്കാൻ കഴിയും, എന്നാൽ പറക്കാനായിട്ട് ഒരിക്കലും പഠിക്കാൻ കഴിയില്ല. അത് ശരി. അപ്പൊ അതാണ് കാര്യല്ലേ? ഈ ചിറകുകളുടെ സഹായത്തോടെ ഞാൻ പറക്കാൻ പോവാണ്. അയ്യോ, ഇവൻ എല്ലാവർക്കും ശല്യമായി. ഇവൻ ഇപ്പോൾ എന്റെ നടുവും ഒടിച്ചു. കൈയടിക്കാൻ പറഞ്ഞില്ലല്ലോ. എടാ, ഞാൻ കാര്യാ പറഞ്ഞത്, അല്ലാതെ കവിതയല്ല. മര്യാദക്ക് എന്റെ പുറത്തുനിന്ന് എഴുന്നേൽക്കാൻ നോക്ക്. കണ്ണ സാർ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ എന്തായാലും കണ്ണാ സാറില്ല. ഇവിടുന്ന് പറക്കാം. തുറക്ക് തുറക്ക് തുറക്ക്. അയ്യോ, എന്റെ അമ്മേ, എന്റെ അമ്മച്ചി, നാട് മുഴുവൻ മഴ കൊണ്ട് വെള്ളം കേറി. നീ എന്തിനാ എന്റെ പുറത്തു ചാടി? അടികൈ. അയ്യോ, എന്റെ അമ്മേ, എന്റെ പണി തീർന്നു. എടാ, ഒന്ന് എഴുന്നേൽക്കടാ വേഗം. ഞാൻ പറക്കുക, ഞാൻ പറക്കുക, ഞാൻ പറക്കാണ്. രസമുണ്ട്, നല്ല രസമുണ്ട്. പൊരിച്ച കോഴിയുടെ മണം. നല്ല രസമുണ്ട്. ഞാൻ പറക്ക. നിൽക്കാൻ, ഞാനാണ് പറയുന്നത്. നിൽക്കാനാ പറഞ്ഞത്. അയ്യോ, ഈഷ്, ഇനി നിന്നെ മുകളിലുള്ളവരെ കൊണ്ടുപോലും രക്ഷപ്പെടുത്താൻ കഴിയില്ല.
ഇതാരാ? അയ്യോ, ഇതാരാണെന്നാ ചോദിച്ചത്? മോളിലുള്ളവനാ. ഈഷ്, എടാ ദ്രോഹി, എന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യടാ. അയ്യോ. ഇനി തുന്നിക്കെട്ടാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എവിടെ പോയി ഒളിക്കും? മാഡം മാഡം, കന്ന സാറിനോടൊപ്പം മമ്മി വന്നിരിക്കുകയാണ്. എന്ത്? ഈഷ്, നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാം ശരിയായിക്കോളും. ഈഷ്, ഐഷ്, ആഷ്. ഈഷ്, ഞാൻ 2 കുട്ടികളുടെ അച്ഛനാ. അവൻ കാരണം ഞാൻ ഇന്ന് മമ്മിയായി മാറി. അല്ല, ഇൻസ്പെക്ടർ പാണ്ഡെ അല്ലേ ഇത്? എന്താ സംഭവിച്ചത്? ഹണി എന്റെ തലയുടെ മുകളിൽ വീണു. ഹണി വീണത് കൊണ്ട് ഇത്രയും വലിയ പരിക്കോ? ഈഷ്, ഇവൻ ചാടി വീണത് ആകാശത്തിൽ നിന്നാണ്. ആകാശത്ത് നിന്നോ? രണ്ടൂൺ ഒരുമിച്ച് കഴിച്ചാൽ അതിന്റെ പേര് ആവേശം. ഹണി എന്റെ പുറത്തും വീണു 2 പ്രാവശ്യം. അടികൈ. ഹണി, എന്താ ഇതൊക്കെ? ഞാൻ പറക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഏ? ആ എന്ത്? ഇവൻ എന്നെ പോലെ പറക്കാൻ ആഗ്രഹിക്കുകയാണ് മാഡം. സംശയമുണ്ടോ? ഇൻസ്പെക്ടർ പാണ്ഡ, ഖന്ന സർ, ഹണിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ആനയെ കൊണ്ട് ഒളിമ്പിക്സിൽ ചാടി ഓടാൻ പറ്റുമോ? ഞങ്ങൾക്ക് പറ്റിയ പരിക്കിന് ഒരു സോറി കൊണ്ട് മതിയാകുമോ? അടികൈ. ഞാൻ പ്രോമിസ് ചെയ്യാണ്, ഇന്നു മുതൽ നിങ്ങൾക്ക് ഹണിയെ കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ശരിയെന്നാ, നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. കന്ന സർ, വാ പോവാം. മാഡം അതിനെ രക്ഷപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ പാണ്ഡ നിന്നെ അകത്താക്കിയെന്നെ. പക്ഷെ ഞാൻ വീടിന്റെ അകത്ത് തന്നെയാണല്ലോ ഉള്ളത്. വീട്ടിനകത്തല്ലടാ കഴുതേ, നിന്നെ ജയിലിനകത്താക്കുന്ന പറഞ്ഞത്. സംശയമുണ്ടോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പൂച്ചയെ കൊണ്ട് പറക്കാൻ പറ്റില്ലെന്ന്. ഹണി, നിനക്ക് പറക്കണോ? അത്രയല്ലേ ഉള്ളൂ. എന്റെ കൂടെ വാ, നിന്നെ ഞാൻ പറപ്പിക്കാം. അതെയോ? താങ്ക് യു മാഡം. ഓ, ഞാൻ പറക്കാണ്. ഞാൻ പറക്കുന്നു. കണ്ടോ, ഞാൻ പറക്കുന്നു. അടിച്ചു പൊളിച്ചു തിമിർത്തു. ചിറകടിക്കാതെ പറക്കുമ്പോ നല്ല രസമുണ്ട്. സംശയമുണ്ടോ? ഹണി, നിനക്കിപ്പോൾ സന്തോഷായോ? വളരെ സന്തോഷായി മാഡം. ആരാണത്? കൊള്ളാം, ഒരു ഉഗ്രൻ സൈസ് ആണല്ലോ. യവനിട്ടൊരു പണി കൊടുക്കാം. ജോർദാർ, അവനെ പോയി ഇടിക്ക്. നീ നന്നായിട്ട് പിടിച്ചോ, അല്ലെങ്കിൽ താഴെ വീഴും. ഇതെന്താ ഈ കാണിക്കുന്നത്? രക്ഷിക്കണേ, രക്ഷിക്കണേ. പാവപ്പെട്ട പക്ഷികളെ നീ ഓടിക്കുമ്പോ അവർക്കും ഇതേ പേടി തന്നെ ഉണ്ടായിരുന്നത്. സംശയമുണ്ടോ? ചൂയിലടേ, രക്ഷിക്കണേ. ഏയ്, ഫയർ! എടാ വേണ്ട വേണ്ട, ഞാൻ താഴെ വീഴും, ഞാൻ താഴെ വീഴും. പറഞ്ഞാ കേക്ക്, ഞാൻ താഴെ വീഴും, ഞാൻ താഴെ വീഴും. ഇപ്പൊ സമാധാനമായല്ലോ അല്ലേ? നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. അടിപൊളി. എന്റെ അമ്മച്ചി, നല്ല രസമുണ്ട്. ഹണി സൈഡിൽ വാ, സൈഡിൽ വാ, സൈഡിൽ വാ. എന്താ? എടാ കഴുതേ, സൈഡിൽ വാ, സൈഡില്. നന്നായിട്ട് പറക്കണമെങ്കിൽ ഇവൻ കുറച്ചുകൂടെ പഠിക്കണം. ഹണിക്ക് വേണ്ടി എന്തായാലും ആകാശത്ത് ട്രാഫിക് പോലീസിനെ നിർത്തേണ്ടി വരും. സംശയമുണ്ടോ? നല്ല രസമുണ്ട്, സൂപ്പർ. നീ ശ്രദ്ധിക്ക്. ജോർദാർ, സൂക്ഷിച്ച്. എല്ലാം തീർന്നു. ഇവനും ശരിയല്ല, ഇവനെയും പഠിപ്പിച്ചേ മതിയാവൂ. ഹണി, സൈഡിലേക്ക് പോ. ഏത് സൈഡിലേക്കാണ് മാഡം? രക്ഷിക്കണേ. രക്ഷപ്പെട്ടു. ഈ പറക്കുന്നത് അപകടം പിടിച്ച പണി തന്നെയാ കൊച്ചളിയ. എന്ത്? എനിക്കെന്തായാലും ഇനി പറക്കണ്ട. പക്ഷികൾ പറക്കുന്നത് കണ്ട് രസിക്ക്. അല്ലാതെ പറക്കണമെന്ന് വിചാരിച്ചാ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ?